നാം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരുമാണ്. എന്നാൽ എത്ര നാൾ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം? അതിനുള്ള ഉത്തരം എബ്രായ ലേഖനകർത്താവ് നമുക്ക് തരുന്നത് ശ്രദ്ധിക്കുക. 10-ാം അധ്യായം 36-ാമത്തെ വാക്യം, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവത്തിൻ്റെ പല വാഗ്ദാനങ്ങൾക്കും സമയപരിധികളുണ്ട്. അവ ലഭിക്കാൻ നമുക്ക് ദീർഘദൂര വിശ്വാസം ആവശ്യമാണ്. അങ്ങനെയൊരു ദീർഘദൂര വിശ്വാസത്തിന് സഹിഷ്ണുത ഏറെ ആവശ്യമായിരിക്കുന്നു. സഹിഷ്ണുതയിൽ ഒരു നിശബ്ദ ശക്തിയുണ്ട്. അത് സ്ഥിരതയുള്ളതും ക്ഷമയുള്ളതും വിശ്വാസത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതായി തോന്നുമ്പോഴും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ദൂരം നീണ്ടു നിൽക്കുമ്പോഴും തുടരാൻ തെരഞ്ഞെടുക്കുന്നതാണ് സഹിഷ്ണുത. സഹിഷ്ണുത അർത്ഥശൂന്യമായ കാത്തിരിപ്പല്ലെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് ഉദ്ദേശ്യപൂർണമായ സ്ഥിരോത്സാഹമാണ്. പ്രാർത്ഥനയ്ക്കും വാഗ്ദാനം സ്വീകരിക്കുന്നതിനും ഇടയ്ക്കുള്ള ഇടത്താണ് സഹിഷ്ണുത ജീവിക്കുന്നത്. സഹിഷ്ണുത വാഗ്ദാനങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിൽ നമ്മെ എത്തിക്കുമെന്ന് മാത്രമല്ല, അത് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു, നമ്മുടെ വിശ്വാസത്തെ ആഴത്തിലാക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ സമയവുമായി പൊരുത്തപ്പെടുത്തുന്നു. അതുമാത്രമല്ല, സഹിഷ്ണുത നമ്മെ പരാതിയിൽ നിന്നും പിറുപിറുപ്പിൽ നിന്നും പരിഭവങ്ങളിൽ നിന്നും അകന്നിരിക്കുവാൻ സഹായിക്കുക കൂടി ചെയ്യുന്നു. ഇന്ന് നാം വാഗ്ദാനങ്ങളുടെ നിറവേറലിൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ, കർത്താവേ, അങ്ങയുടെ സമയം വരെ കാത്തിരിക്കാനുള്ള സഹിഷ്ണുത തരേണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് പിടിച്ചു നിൽക്കുക. നിഷ്ക്രിയമായിട്ടല്ല, മറിച്ച് സജീവമായ വിശ്വാസത്തോടെ. ഡിയർ ഫ്രണ്ട്സ്, പ്രാർത്ഥിക്കുന്നതിൽ തുടരുക, അതിൽ പ്രത്യാശിക്കുക, ശരിയായത് ചെയ്യുക, ശരിയായത് മാത്രം ചെയ്യുക, അത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.